ചേലക്കര UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് തങ്ങളുടെ അനുഗ്രഹം തേടി പാണക്കാട്ടെത്തി. പാണക്കാടെത്തിയ രമ്യ ഹരിദാസിനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് അനുഗ്രഹം തേടി പാണക്കാട്ടെത്തിയത്. തുടർന്ന് ഇലക്ഷൻ പ്രവർത്തനങ്ങൾ തങ്ങളുമായി ചർച്ച ചെയ്തു. ഇലക്ഷന് മുമ്പ് നോമിനേഷൻ നൽകുമ്പോഴെല്ലാം രമ്യ പാണക്കാട് വരാറുണ്ടെന്നും ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യയ്ക്ക് വിജയം സുനിശ്ചിതമാണെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ചേലക്കര മണ്ഡലം, ചേലക്കരയിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് എല്ലാ തവണയും ഇലക്ഷൻ്റെ സമയത്ത് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വരാറുണ്ട്, അതൊരു പതിവാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്നു. ഒരു തികഞ്ഞ വിജയപ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ് എന്നത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ ഒന്നാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവർ സുപരിചിതയാണ്. കഴിഞ്ഞ ടേമിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയം വരിച്ചു. ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ UDFന് രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്കേറെ ശുഭപ്രതീക്ഷയാണ്, വിജയപ്രതീക്ഷയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം രമ്യ ഹരിദാസിലുള്ളത്. അവിടെ UDF വളരെ ഒറ്റക്കെട്ടാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് UDFിൻ്റെ ഘടകകക്ഷികളുമെല്ലാം ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ അവരെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൺവെൻഷനുകളും അതുപോലെ തന്നെ മറ്റ് വോട്ടർമാർ ചേർക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സജീവമായിട്ട് തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ രംഗത്തുണ്ട്. താഴെത്തട്ടിൽ നല്ല ഒരു ഇളക്കം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അത് വോട്ടെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നതിൽ തർക്കമില്ല. രമ്യ ഹരിദാസിന് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും എല്ലാവിധത്തിലുള്ള പ്രാർത്ഥനകളും നേരുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ UDFന് അനുകൂലമാണെന്നും ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ കാണുമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ണൂരിലെ ആ ദയനീയ സംഭവമൊക്കെ വന്നതിന് ശേഷം ആളുകളുടെ ഹൃദയത്തിൽ ഈ ഭരണവും അതുപോലെ തന്നെ ഈ ഭരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ പോലും അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധാർഷ്ട്യവും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ക്രൂരതകളും ഒക്കെയായി സംസ്ഥാനം വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നടക്കുന്ന ബൈ ഇലക്ഷൻസ് ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. ഇതിനൊക്കെ എതിരായുള്ള വികാര പ്രകടനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭമാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരുന്നു, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വരുന്നു, ഇവിടെ ചേലക്കരയിൽ രമ്യ ഹരിദാസ് വരുന്നവരൊക്കെ ഈ വിഷയങ്ങളുടെയൊക്കെ ഒരു നായകത്വം ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതിനെതിരായിട്ടുള്ള പട നയിക്കാൻ UDFനോടൊപ്പം വേണം. നിയമസഭയിൽ ഇവർ വേണം, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ തന്നെ മതേതരത്തിൽ തന്നെ ഭയങ്കര ബൂസ്റ്റായിരിക്കും. ഉണ്ടാക്കാൻ പോകുന്ന തകർപ്പൻ ജയം 23-ാം തീയതി ആണെന്ന് തോന്നുന്നു ഡേറ്റ്. നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ തങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു സാധാരണ വിജയമായിരിക്കില്ല അത് ഇന്ത്യയിൽ തന്നെ മതേതരത്വത്തിൻ്റെ വൺ സ്റ്റെപ്പ് കൂടി ഫോർവേഡ് ആയിരിക്കും. ഒരു ചെറിയ ഗ്യാപ്പ് ഇപ്പോൾ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പാർലമെൻറ്റിലുള്ളൂ. ഒരു 10 സീറ്റും കൂടി അധികം കിട്ടിയിരുന്നെങ്കിൽ അധികാരത്തിലായേനെ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും, ഒരു സംശയവുമില്ല. അപ്പോൾ അതുപോലെ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ രമ്യ ഹരിദാസിൻ്റെയും പ്രഗത്ഭരായ വാഗ്മികളാണ് രണ്ടുപേരും. അവരുടെ സാന്നിധ്യം ഈ അനീതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടത് ഭരണത്തിനെതിരായി ഭരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരായി ഉള്ള പോരാട്ടത്തിൽ വലിയ കരുത്താവും. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് മുതൽ തന്നെ പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങാറുണ്ടെന്നും ഇത് ഇത്തവണയും തെറ്റിച്ചിട്ടില്ല എന്നും തങ്ങളുടെ അനുഗ്രഹം എന്നത് ഗുരുത്വം കൂടിയാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. വലിയ മുന്നേറ്റമാണ് ചോലക്കരയിൽ നടക്കുന്നതെന്നും പ്രവർത്തകർ ആവേശത്തിലാണെന്നും ഇതിനാൽ തന്നെ വിജയം സുനിശ്ചിതമാണെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു. പാണക്കാട് വന്ന് അനുഗ്രഹം മേടിച്ച്
പോകുന്ന ഒരു ജീവിതശൈലിയും UDF സംവിധാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അപ്പം അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി തന്നെ ലീഡർഷിപ്പ് വളരെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു ഷെഡ്യൂളാണ്. അപ്പം തങ്ങളിനെ കണ്ട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ട് അനുഗ്രഹം മേടിച്ച് പോവുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഗുരുത്വം കൂടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി തങ്ങളെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇവിടെയുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, ഞാൻ തങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് വലിയ പിന്തുണയാണ്. UDF സംവിധാനത്തിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് ചേലക്കരയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. പ്രവർത്തകർ ഒറ്റക്കെട്ടായിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ, നിങ്ങളുടെയൊക്കെ പിന്തുണയും കൂടി ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ അതൊരു വലിയ മുതൽക്കൂട്ടാണ്. എല്ലാവർക്കും ചേലക്കരയിലേക്ക്, ഇപ്പം മലപ്പുറത്തുള്ള മാധ്യമ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെയൊക്കെ സഹപ്രവർത്തകർ എവിടെയുണ്ട്, തുടർന്നും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെ ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ സമയത്ത് ഇത്രയും ഒരു എന്താ പറയുക തിരക്കുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കുമ്പോൾ തങ്ങളെ സംബന്ധിച്ചും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചും ഇന്നൊക്കെ തിരക്കുള്ള ദിവസങ്ങളാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ ചേലക്കരയിൽ നിന്നുള്ള ടീമിന് വേണ്ടി കാലത്തെ തന്നെ ഈ ഒരു സമയം മാറ്റിവെച്ച് ഞങ്ങളെ കാത്തിരുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ നൽകി. ഞാനൊരു വിശ്വാസി കൂടിയാണ്. അപ്പം നമുക്ക് ഒരു പ്രാർത്ഥന ഉണ്ടാവുക എന്നുള്ളത്, അത് ആദ്യമേ നമുക്ക് ആ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ അതൊരു വലിയ ശക്തിയാണ്. അപ്പോൾ തങ്ങളുടെ പ്രാർത്ഥന കൂടി ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ചേലക്കരയിലെ ഇന്നത്തെ MTN ന്യൂസ് മലപ്പുറം. ആധാർ ഗോൾഡിൽ ഈ പൊന്നോണം പൊന്നിൽ തീർത്തോണം. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഓണം സ്വർണ്ണോത്സവം 2024 ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ. സ്വർണ്ണോത്സവം 2024ന്റെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യും ആധാർ ഗോൾഡൻ ഡയമണ്ട്സ്, കൊണ്ടോട്ടി, മഞ്ചേരി, ചെമ്മാട് ആൻഡ് പേരാമ്പ്ര.